ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന ദിവസം ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വെറും 24 hours നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ആ കാര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ നമുക്ക് സംഭവിക്കുന്നത് നമ്മളുടെ സൈക്കിൾ ലെങ്ത്തിനെ ആശ്രയിച്ചാണ്. നമ്മളുടെ സൈക്കിൾ ലെങ്ത് 28 ദിവസമാണെങ്കിൽ 14ാമത്തെ ദിവസമായിരിക്കും നമുക്ക് ഓവുലേഷൻ ഉണ്ടാകുന്നത്. 30 ദിവസമാണെങ്കിൽ 16ാമത്തെ ദിവസമായിരിക്കും നമുക്ക് ഓവുലേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കുന്നതിന് മുൻപായിട്ട് ഒരു സ്ത്രീ മനസ്സിലാക്കേണ്ട ഒന്നാണ് സൈക്കിൾ ലെങ്ത് എന്നൊരു ഫാക്ടർ കേട്ടോ. ഓവുലേഷൻ നമുക്ക് നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 minutes മതി നമ്മുടെ ആ ഒരു സെമൻ കൃത്യമായിട്ട് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ അകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ അണ്ടം ഓൾറെഡി വെയിറ്റിംഗ് ആണെങ്കിൽ, അതായത് എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് തന്നെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത്, അണ്ടം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ വെറും 30 minutesനകം നിങ്ങൾക്ക് അവിടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകും. അതിനുശേഷം അങ്ങനെയല്ല നിങ്ങൾക്ക് നടക്കുന്നതെങ്കിൽ, അതായത് ഓവുലേഷന് കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് തുടങ്ങുന്നത്, ഓവുലേഷൻ ഡേറ്റിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല, എങ്ങനെയാണെങ്കിൽ സെമൻ ആയിരിക്കും ആദ്യം ശരീരത്തിനകത്തേക്ക് എത്തുന്നത്. അത് കുറച്ചധികം ദിവസം ചിലപ്പോൾ ശരീരത്തിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ അണ്ടം വന്നിട്ട് ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയായാലും ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം നടക്കാൻ വേണ്ടിയിട്ട് 30 minutes അല്ലെങ്കിൽ മാക്സിമം 1 hour നമ്മളുടെ ശരീരത്തിൽ എടുക്കുന്നുള്ളൂ. ആ സമയം മുതൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള സമയം എന്ന് പറയുന്നത് സെൽ ഡിവിഷനൊക്കെ നടന്നിട്ട് ആ ഡിവിഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് ഇത് എത്തുന്ന സമയമാണ്. ഇവിടെ നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അത് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഉപരി ശരീരത്തിന് ഒരു പ്രത്യേകമായിട്ടൊരു എനർജി നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും. പലരും ഫ്രഷ് ആയിട്ടിരിക്കുന്നത് അവർ ഫിസിക്കലി എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള സമയം, അതായത് വാമപ്പ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുള്ള സമയമായിരിക്കും നമ്മൾ ആക്റ്റീവ് ആകുന്നത്. അങ്ങനെയുള്ള 4 എക്സസൈസിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഈ 4ൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഈ 4 എക്സസൈസോ ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കൂട്ടും. ഏറ്റവും ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ആണ്. നമ്മുടെ ചാനലിലെ എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് ലെഗ് അപ്പ് ദ വോൾ. നമ്മൾ നിലത്ത് കിടന്നിട്ടോ ബെഡിൽ കിടന്നിട്ടോ നമ്മുടെ 2 കാലും ഉയർത്തിപ്പിടിച്ച് മതിലിനോട് ചേർത്ത് ഒരു 90 ഡിഗ്രിയിൽ കിടക്കുന്നതാണ് നമ്മുടെ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് എന്ന് പറയുന്നത്. ഈ എക്സസൈസ് ചെയ്യുന്ന വഴി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ട് കൃത്യമായിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിലെ ബ്ലഡ് സർക്കുലേഷൻ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പെർഫോമൻസ് കുറേയും കൂടി എൻഹാൻസ് ചെയ്തിട്ട് അതും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തോ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്തോ ആണ് നിങ്ങൾക്കത് സംഭവിക്കുന്നതെങ്കിൽ ഫെർട്ടിലൈസ് ആയിട്ടുള്ള ഒരു എംബ്രിയോയിലോട്ട് നല്ലതുപോലെ ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നതിനും മിസ്കാരേജ് ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ ട്യൂബിൽ തന്നെ ആ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിനോ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനോ ഉള്ള ചാൻസസ് ഇത് റിഡ്യൂസ് ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ട്യൂബിൽ വെച്ചിട്ട് തന്നെയാണ്, പക്ഷേ ഇംപ്ലാന്റേഷൻ ട്യൂബിൽ വെച്ച് നടക്കുന്നതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സസൈസ് നിങ്ങളെ സഹായിക്കുന്നു. അത് മാത്രമല്ല, നമ്മളുടെ ഫലോപ്പിയൻ ട്യൂബിലൊക്കെ സ്കാർ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയം മുതൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന എക്സസൈസ് ആണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യേണ്ട. അതല്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും ലെഗ് അപ്പ് ദ വോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും നിങ്ങൾക്ക് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ഈസിലി ചെയ്യാവുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ ഒരു എക്സസൈസ് ആണ് ബട്ടർഫ്ലൈ എക്സസൈസ്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു എക്സസൈസ് ആണ് ബട്ടർഫ്ലൈ എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഇരുന്നതിന് ശേഷം നമ്മുടെ കാലിലെ 2 തമ്പ് ഫിംഗറും ജോയിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ 2 കാലും ബട്ടർഫ്ലൈ ചിറകിട്ട് അനക്കുന്നത് പോലെ അനക്കി കൊടുക്കുക. ബട്ടർഫ്ലൈ എക്സസൈസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ദിജോസ് വേൾഡ് ബട്ടർഫ്ലൈ എക്സസൈസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബട്ടർഫ്ലൈ അനക്കുന്നത് പോലെ നമ്മുടെ മുട്ടിൻ്റെ ഭാഗം നമ്മളിട്ട് അനക്കി കൊടുക്കുമ്പോഴേക്കും ഇതും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പെൽവിക്കിൻ്റെ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പെൽവിക് ഭാഗത്തോട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ടും നമ്മുടെ യൂട്രസിലോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇതും ഒരുപാട് എഫേർട്ട് എടുത്ത് നിങ്ങൾ ചെയ്യേണ്ടാത്ത, നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സസൈസ് ആണ്. അത് മാക്സിമം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചില ആളുകൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യാനായിട്ട് പേടിയാണ്. അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത്
ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യാനായിട്ട് പേടിയാണ്. അവർ വിചാരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് കൂടുതൽ പ്രഷർ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ മിസ്കാരേജ് ആകുമോ എന്നുള്ള പേടി പലർക്കും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 days വരെ, അതായത് എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് 1 2 3 4 5 ഈ 5 days വരെ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. 5ാമത്തെ ദിവസത്തിന് ശേഷം നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ട, കാരണം അപ്പോഴാണ് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് കേട്ടോ. പേടിച്ച് നമ്മൾ ഒരു കാര്യവും, അത് എത്ര നല്ലതാണെന്ന് ആര് പറഞ്ഞാലും ഡബിൾ മൈൻഡോട് കൂടി ഒരു കാര്യവും നിങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതാണ് ബ്രിഡ്ജ് പോസ് എന്ന് പറയുന്നത്. ഈ ബ്രിഡ്ജ് പോസ് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. നമ്മൾ മുട്ടുകാല്, നമ്മുടെ 2 കാൽപാദം നല്ലതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ നടു ഉയർത്തി പിടിക്കുന്ന ഒരു എക്സസൈസ് ആണ് ബ്രിഡ്ജ് പോസ് എന്ന് പറയുന്നത്. ബ്രിഡ്ജ് പോസിന്റെ ഇമേജ് ഞാനിവിടെ കൊടുത്തേക്കാം. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് കഴിഞ്ഞിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് അത്രമാത്രം നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. ഗ്രാവിറ്റി ഫോഴ്സ് നേരെ കീഴ്പോട്ടേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും സെമൻ ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നു. ഈ ഒരു എക്സസൈസ് ചെയ്തിട്ടും സെമൻ ലീക്കേജ് വരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര ലോ ക്വാളിറ്റി സെമൻ ആയിരിക്കും ആ പുറത്തേക്ക് പോകുന്നത്. ലോ ക്വാളിറ്റി സെമൻ പുറത്തേക്ക് പോകുമ്പോൾ അപ്പോഴും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. കാരണം എത്ര ക്വാളിറ്റി കൂടുതലായിട്ടുണ്ടെങ്കിലും അതിൽ ചിലപ്പോൾ 1 2 3 ഒക്കെ ക്വാളിറ്റി കുറവുള്ളത് ഉണ്ടാകും. 1 2 3 നമ്മുടെ ആ ഒരു കൗണ്ട് കണക്കൊന്നും ശരിയല്ല കേട്ടോ. കാരണം മില്യൺസ് ഓഫ് സെമൻ ആണല്ലോ അകത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് അതിൽ കുറച്ചൊക്കെ ലോ ക്വാളിറ്റി ആവുന്നതൊക്കെ നോർമലാണ് കേട്ടോ. ബ്രിഡ്ജ് പോസിന്റെ ഫോട്ടോയും ഞാൻ കൊടുത്തേക്കാം. അതും നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. വെറും 24 hours തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസും സഹായിക്കും കേട്ടോ. 24 hours എന്നൊക്കെ പറഞ്ഞ ഒരു കണക്ക് പറഞ്ഞത് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യും. അത് ഒരു മണിക്കൂറിനകം തന്നെ നടക്കുന്ന കാര്യമാണ്. അത് നടന്നതിന് ശേഷവും മറ്റുള്ള മിസ്കാരേജ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സസൈസുകൾ സഹായിക്കും. അടുത്തൊരു എക്സസൈസ് ആണ് മാലാസന എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റില്ലേ, ആ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിക്ക് നമ്മൾ നിലത്ത് ഇരിക്കുക. അതിനുശേഷം നമ്മുടെ 2 കൈകളും നമ്മൾ നമസ്കരിക്കൂലേ, ഒരാളെ കാണുമ്പോൾ നമ്മൾ നമസ്കാരം കൊടുക്കൂലേ, ആ ഒരു പോസിൽ 2 കൈകളും തമ്മിൽ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നിങ്ങൾ ചെയ്യുക. മാലാസന അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു രീതി നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിക്കുക. നിങ്ങളുടെ പെൽവിക് ഭാഗം ഓപ്പൺ ആയിട്ടുണ്ടാവില്ലേ ആ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ? പെൽവിക്കും നമ്മുടെ ഹിപ്പും ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് മാലാസന സഹായിക്കുന്നു. ഇതിങ്ങനെ ഓപ്പൺ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു പോസിൽ ഇരിക്കുമ്പോഴേക്കും നോർമലി നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരുന്നിട്ട് മോഷൻ പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കൊടുക്കൂലേ, ഒരു പുള്ളിങ് എഫക്റ്റ് നമ്മൾ കൊടുക്കൂലേ, അതേ എഫക്റ്റ് തന്നെ നിങ്ങളിവിടെ കൊടുക്കുക. ഇത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവിടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പ്രഷർ കൊടുക്കുമ്പോഴേക്കും നിങ്ങളുടെ ഹിപ്പും പെൽവിക് റീജിയനും ഒന്നും കൂടി എക്സ്പാൻഡ് ആവുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. ഇത് നോർമലി ഉള്ളതിനേക്കാളും കുറേ കൂടി ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഈ 4 ഫെർട്ടിലിറ്റി എക്സസൈസുകളും നിങ്ങൾക്ക് ആ ഒരു കോൺടാക്റ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ ചെയ്യാൻ കഴിയുന്ന എക്സസൈസുകളാണ്. ചാടി പിടിച്ച് 4 എണ്ണം ചെയ്ത് തീർക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം പല ആളുകളും കോൺടാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ രാത്രിയായിരിക്കും. ഈ 4 എക്സസൈസും 15 മിനിറ്റ് 15 മിനിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടയേർഡാകും, നിങ്ങൾക്ക് മനസ്സിലൊരു മടുപ്പ് വരും. അതുകൊണ്ട് ഏത് എക്സസൈസ് ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, ഏറ്റവും കൂടുതൽ ഈസി ആയിട്ടുള്ളത്, ആ എക്സസൈസ് നിങ്ങളൊരു 15 മിനിറ്റ്സ് എങ്കിലും അല്ലെങ്കിൽ 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം കോൺടാക്റ്റ് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം വരെ നിങ്ങൾ ഈ ഓരോ എക്സസൈസും 15 മിനിറ്റ് വീതം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിലുള്ള ജോലികൾ ചെയ്ത് വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾ എക്സസൈസ് ചെയ്യുക. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ മോർണിംഗിൽ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ഈ ഒരു എക്സസൈസ് ചെയ്യുക. അതല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള സമയത്താണെങ്കിലും ഈ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന ഈ 4 കാറ്റഗറി, ഈ 4 കാര്യങ്ങളും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചാനലിലുണ്ട്. ലെഗ് അപ്പ് ദ വാൾ ചെയ്ത് പ്രഗ്നന്റ് ആയി അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ചെയ്ത് പ്രഗ്നന്റ് ആയി എന്ന് ഒരുപാട് പേര് ചാനലിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മുടെ ചെക്ക് ചെയ്ത് നോക്കുക. ദീജോസ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ടാബിൽ നിങ്ങൾ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ വരും. അതിൽ നമ്മൾ വീഡിയോസിൻ്റെ ഓപ്ഷൻ കണ്ടു, പ്ലേലിസ്റ്റ് കണ്ടു, അതിനുശേഷം നമുക്ക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാനായിട്ട് സാധിക്കും. കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനോടകം ഒരുപാട് പേര് സക്സസ് സ്റ്റോറീസ് പറഞ്ഞിട്ടുള്ളത് ഓരോ പോസ്റ്റുകളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോരുത്തർ എന്തൊക്കെ ടിപ്സ് ഫോളോ ചെയ്തിട്ടാണ് പ്രഗ്നന്റ് ആയതെന്ന് കേട്ടോ. അതപ്പോൾ അത്രയധികം യൂസ്ഫുൾ ആണ്. ഏകദേശം ഒരു 2000 എബോ ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും കൃത്യമായിട്ട് റിസൾട്ട് കിട്ടട്ടെ. അതോടൊപ്പം തന്നെ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് വേറെ ഉണ്ട്. അത് നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ എക്സസൈസുകളല്ലാതെ വേറെ ഏതെങ്കിലും എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് താല്പര്യം
താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് മനസ്സിലാക്കാതെ ഒരു സ്ത്രീക്കും എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കില്ല. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് എന്നതിനെയാണ് കേട്ടോ. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ഈ മാസം 5-ാം തീയതിയാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നതെങ്കിൽ 1-ാം തീയതി ഡേ 1 ആയിട്ട് എടുത്തിട്ട് അടുത്ത മാസം 5-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓവുലേഷൻ ഡേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ ചേച്ചി ജനുവരി 5, ഫെബ്രുവരി 3 അങ്ങനെയൊന്നും നിങ്ങൾ ഡേറ്റ് എഴുതിയിട്ട് കാര്യമില്ല. സൈക്കിൾ ലെങ്ത് എന്താണെന്ന് നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.